ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th Prelims 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ ഡേ 14 ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സ് 2020 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ സയൻസിലെ രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക് ആയിരുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 SCRT ചാപ്റ്റേഴ്സ് ഇന്ന് പഠിക്കാനുണ്ട്. ആദ്യത്തേത് 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 അകറ്റി നിർത്താം രോഗങ്ങളെ. അടുത്ത ചാപ്റ്റർ 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങളെ. രണ്ടും സെയിം നെയിം തന്നെയാണ്. പിന്നെ മെന്റൽ എബിലിറ്റിയിൽ ശ്രേണികൾ സീരീസ് ആണ് ഇന്ന് നോക്കാനുള്ളത്. അപ്പൊ ഈ 4 ടോപ്പിക്സ് ആണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന പാഠഭാഗമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ടെലഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അകറ്റി നിർത്താം രോഗങ്ങളെ. ഈ ചാപ്റ്ററിൽ നമ്മൾ ബാക്ടീരിയ ഡിസീസസ്, വൈറസ് ഡിസീസസ് മുതലായ ഡിസീസസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് സൂക്ഷ്മ ജീവികൾ, അതുപോലെ അവ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യന് ഉപകാരികളായ നിരവധി സൂക്ഷ്മ ജീവികൾ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗം പരത്തുന്ന സൂക്ഷ്മ ജീവികളും ഉണ്ട്. അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മ ജീവികൾ ഏതൊക്കെയാണ്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ മുതലായവയാണ്. പക്ഷെ ബാക്ടീരിയ എപ്പോഴും എന്ത് ചെയ്യുന്നില്ല, മനുഷ്യന് ദോഷമുണ്ടാക്കുന്നതല്ല. മനുഷ്യന് ഉപകാരപ്പെടുന്ന കുറെ പ്രവർത്തനങ്ങളും ബാക്ടീരിയ ചെയ്യുന്നുണ്ട്. അപ്പൊ മനുഷ്യനെ മാത്രമല്ല മറ്റു ജന്തുക്കളെയും സസ്യങ്ങളെയും ഇത്തരം രോഗകാരികൾ ബാധിക്കുന്നു. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു അടിപൊളി ഓഫറും കൂടെ വന്നിട്ടുണ്ട്. അതായത് മാർച്ച് 14 മുതൽ 16 വരെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് 20% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ 29% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാർച്ച് 16-ാം തീയതി SCRTക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു 150 ഡേ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് നിങ്ങൾക്ക് 29% ഡിസ്കൗണ്ടിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ കിട്ടാവുന്നതാണ്. അതുപോലെ മാർച്ച് 9-ന് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയം തൊട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. KS എക്സാം, പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. SCRTക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. LD എക്സാം മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 29% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, രോഗകാരികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് സ്പർശനം വഴി. ഇനി മലിനമായ ആഹാരവും ജലവും, ചുമ, തുമ്മൽ, അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, വാഹകരായ ജന്തുക്കളിലൂടെ, വസ്ത്രത്തിലൂടെ, ഇങ്ങനെയൊക്കെ രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പകരുന്നുണ്ട്. ഓക്കെ, ഇനി പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത്? എലിപ്പനി എന്ന് പറയുന്നത്. പ്രളയാനന്തരമുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ്? അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്ത ശേഷം ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നിരവധി നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതും ശരിയായ അളവിൽ ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച കുടിവെള്ളം ഉപയോഗിക്കുന്നതും ജലജന്യ രോഗങ്ങളെ തടയും. വെള്ളക്കെട്ടുകളിലും മറ്റും കൊതുകുകൾ പെരുകാനിടയുള്ളതിനാൽ കൊതുക് നശീകരണത്തിന് ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കണം. എലിപ്പനി പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വാഹക ജീവികളെ അകറ്റുകയും പ്രതിരോധ മരുന്നുകൾ വിദഗ്ധരുടെ നിർദ്ദേശാനുസരണം കഴിക്കുകയും വേണം. രോഗമുള്ളവർ രോഗസ്ഥിരീകരണത്തിന് ആവശ്യമായ പരിശോധനകൾക്ക് വിധേയരാവുകയും മരുന്നുകൾ കഴിക്കുകയും വേണം. സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ താമസിക്കുന്നവർ നിർദ്ദേശാനുസരണം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ തരത്തിൽ പെരുമാറുകയും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തുകയും വേണം. ഇതാണ് പ്രളയാനന്തരം സ്വീകരിക്കേണ്ട
മാർഗങ്ങൾ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഡിസീസ് ആണ് എലിപ്പനി. അപ്പൊ എലിപ്പനി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എലിപ്പനി എന്ത് രോഗമാണ് എന്നാണ് എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്യാറുള്ളത്. ആദ്യത്തെ പോയിന്റ് അത് തന്നെയാണ്. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ഒരു പ്രോക്യാരിയോട്ട് ആണ്. പ്രോക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികൾ, സൂക്ഷ്മജീവികളാണ് പ്രോക്യാരിയോട്സ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെയാണ് പെരുകുന്നത്. ബൈനറി ഫിഷൻ, 1-2 അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ എന്ന് പറയുന്നത് വിഷവസ്തുക്കളാണ്. കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയുടെ പേര് ചോദിക്കാറുണ്ട്. ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഈ എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശക്തമായ പനി ഉണ്ടാവും, തലവേദന, പേശീവേദന, കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയാണ് എലിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എലിപ്പനി തുടക്കത്തിലേ കണ്ടെത്തി ചികിത്സിച്ചാൽ എന്ത് ചെയ്യും? പരിപൂർണമായിട്ടും ഭേദമാക്കാവുന്ന ഒരു രോഗം തന്നെയാണ്. അപ്പോൾ ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തിരിച്ചറിവ് രോഗവ്യാപനം തടയുന്നതിന് അത്യാവശ്യമാണ്. അപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ്. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് ഈ രോഗം പരത്തുന്നത്. ഇനി മറ്റു ചില ബാക്ടീരിയ രോഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബാക്ടീരിയ രോഗങ്ങളെ പറ്റി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള് എന്ന് പറയും. അപ്പൊ ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. എവിടത്തെയൊക്കെയാണ്? മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ പരത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയേ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയേ. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു. ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മ ആവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുന്നു. ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആന്റി ടോക്സിനുകൾ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്നുപയോഗിച്ച് രോഗിയെ രക്ഷിക്കാനാവില്ല. അതിനാൽ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത രോഗമാണ് ക്ഷയം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. ഒരു ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ ക്ഷയത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ക്ഷയരോഗം പരത്തുന്ന രോഗകാരിയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ട്യൂബർക്കിൾ ബേസിലസ്. രണ്ടും ശരിയാണ്. മുഖ്യ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ. രോഗപകർച്ചാ രീതി: രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും. രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയരോഗം പ്രധാനമായിട്ടും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. അതുപോലെ വൃക്ക, അസ്ഥി, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയും ഈ രോഗം ബാധിക്കാറുണ്ട്. ചികിത്സ എന്താണ്? ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത്. വാക്സിൻ BCG വാക്സിൻ ആണ്. അപ്പോൾ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? പ്രതിരോധ വാക്സിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ BCG, ബാസിലസ് കാൽമെറ്റിക് ഗ്യൂറിൻ വാക്സിൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ബാക്ടീരിയ രോഗങ്ങൾ. അടുത്തത് വൈറസ് ആണ്. വൈറസ് രോഗങ്ങൾ. അപ്പൊ എന്താണ് വൈറസ്? ഈ ഒരു ടേബിള്, ഈ ഒരു കോളം ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് തന്നെ ചോദ്യം വന്നിട്ടുണ്ട്, പ്രസ്താവന രീതിയിലുള്ള ചോദ്യം വന്നിട്ടുണ്ട്. വൈറസ് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ
DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിന്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിന്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിൽ ഇല്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. ഈ ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വെച്ചേക്കണം. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസ് ബാധിക്കാറുണ്ട്. അപ്പൊ ഈ എല്ലാ സെന്റൻസും എടുത്ത് അവർ പ്രസ്താവനാ രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വൈറസ് രോഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ നിപ്പ വൈറസും രോഗപകർച്ചയും, ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇതും ചോദിച്ചു. ഓക്കെ, അപ്പോ നിപ്പ വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വാവലുകൾ, അവയിൽ നിന്നും വവ്വാലിന്റെ ഉമിനീര് മൂത്രം ആരിലേക്ക് പകരുന്നു? മനുഷ്യനിലേക്ക് പകരുന്നു. അതുപോലെ വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ, വവ്വാലിന്റെ ഉമിനീര് മൂത്രം പന്നിയിലേക്ക് പകരുന്നു. പന്നിയിൽ നിന്നും നിപ്പ വൈറസ് മനുഷ്യനിലേക്ക്. അപ്പോൾ വവ്വാലിൽ കൂടിയും പന്നിയിൽ കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്? നിപ്പ വൈറസ് മനുഷ്യന്റെ ശരീരത്തിൽ എത്തുന്നുണ്ട്. ഓക്കെ, അടുത്ത രോഗമാണ് എയ്ഡ്സ്. വൈറസ് രോഗമാണ്. ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താ? അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നതാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ്, അതായത് HIV വൈറസ് പെരുകുന്നു. അപ്പോൾ ഏതിന്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ്? ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് HIV വൈറസ് പെരുകുന്നത്. തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ എന്താക്കുന്നത്? മാരകമാക്കുന്നത്. അപ്പൊ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത്? അതാണ് 4 ചിത്രങ്ങളിലായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. രണ്ടാമത്തത് HIV ബാധിതയായ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ. ഈ 4 മാർഗത്തിലൂടെയും എന്ത് ചെയ്യാം? എയ്ഡ്സ് രോഗം പകരാം. ഇനി എങ്ങനെയൊക്കെ എയ്ഡ്സ് പകരില്ല? സ്പർശനം, ഹസ്തദാനം, ചുമ, തുമ്മൽ എന്നിവയിലൂടെ എയ്ഡ്സ് പകരില്ല. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരില്ല. ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവയിലൂടെ എയ്ഡ്സ് പകരില്ല. ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ, ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ, ഇതിലൂടെയൊന്നും എന്ത് ചെയ്യുന്നില്ല? എയ്ഡ്സ് രോഗം പകരുന്നില്ല. ഓക്കെ, അടുത്തൊരു വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഏത്? ഹെപ്പറ്റൈറ്റിസ്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു. കരളിൽ ഉണ്ടാകുന്ന വീക്കമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറുബിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടും. ഇത് ശ്ലേഷ്മസ്തരത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിന്റെ ബാഹ്യ ലക്ഷണം. മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു. HIV പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെ ചിലയിനം ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും എന്ത് ചെയ്യാറുണ്ട്? പകരാറുണ്ട്. ഓക്കെ, അപ്പൊ കേരളത്തിൽ വ്യാപകമായി പകരുന്ന ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയും എന്താണ്? വൈറസ് രോഗങ്ങളാണെന്ന് ഓർക്കുക. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയും വൈറസ് രോഗങ്ങളാണ്. ഈ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നീ രോഗങ്ങൾ കൊതുകുകൾ വഴിയാണ് പകരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ബാക്ടീരിയ രോഗങ്ങളും വൈറസ് രോഗങ്ങളും, പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങളും വൈറസ് രോഗങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, പുറകെ വരുന്ന വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഭാഗം എടുക്കുന്നതായിരിക്കും. ഫംഗസ് രോഗവും പ്രോട്ടോസോവ രോഗവും ഒക്കെ എടുക്കുന്നതായിരിക്കും. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.